അതെ, ഞങ്ങളുള്ളത് ഇപ്പോൾ ബാംഗ്ലൂരാണ്. നമ്മുടെ തിരുവമ്പാടിയുടെ കൂടഞ്ഞിയുടെ കൂമ്പാരയുടെ പുത്രൻ ഇവിടെ നല്ലൊരു പ്രസ്ഥാനം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഏറ്റവും നിർണായകമാകുന്ന ഒത്തിരി നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അഭിമാനപൂർവ്വം പറയട്ടെ, അദ്ദേഹം ഞങ്ങളുടെ റോട്ടറി മിസ്യൂസിലെ മെമ്പർ കൂടിയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കത് ചോദിക്കാറുണ്ട്. നമുക്ക് അദ്ദേഹത്തേക്ക് എത്താം. ഞങ്ങളുടെ കൂടെ റോട്ടറി മിസ്റ്റിമേഴ്സിൻ്റെ പ്രസിഡന്റ് റോട്ടറി റെജി മത്തായി ഉണ്ട്, സെക്രട്ടറി നമ്മുടെ മെൽബിൻ അഗസ്റ്റിനുണ്ട്, സജി അബ്രഹാം ഉണ്ട്, നമ്മുടെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഉടമ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ ഉടമയുടെ അയൽവാസി കൂടിയായ സനീഷ് സൈമണും ഉണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് അതിനകത്ത് ഇന്ന് ഇന്ററാക്ട് ചെയ്യാം. റോട്ടറി മിസ്റ്റിമേഴ്സ് പ്രസിഡന്റ് റെജി മത്തായി, താങ്കൾക്ക് എന്ത് തോന്നിയ നിമിഷം? ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി, അഭിമാനം തോന്നിയ നിമിഷമാണ്. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറത്തുനിന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് ഈ ബാംഗ്ലൂർ പോലെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ അതിൻ്റെ തനതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന നമ്മുടെ ജിതിൻ ജോസിന് വളരെ അഭിമാനം. അഭിനന്ദനങ്ങൾ. താങ്ക് യു. എനിക്ക് തോന്നുന്നത് ജിതിൻ ജോസിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ. ജിതിൻ ജോസിന്റെ അയൽവാസികൾ കളിക്കൂട്ടുകാർ രണ്ടുപേരോട് ഇരിപ്പുണ്ട്. ഒന്ന് നമ്മുടെ മെൽവിൻ, സെക്രട്ടറി മെൽവിൻ. ജിതിൻ, ഏത് വർഷമാണ് ഈ ഒരു പദ്ധതി മനസ്സിൽ കണ്ടതും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞതും? ഞാൻ ശരിക്കും പറഞ്ഞത് 2003 ബാംഗ്ലൂർ വന്നത്. ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കാനായിട്ടാണ് വന്നത്. അന്ന് തൊട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. തിരുവമ്പാടിയിൽ തന്നെയാണെങ്കിൽ ഞങ്ങൾ 2003 തന്നെ ജോസ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയിരുന്നു. അത് പിന്നീട് അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ബാംഗ്ലൂർ കൊണ്ടുവന്നു. പിന്നെ നഴ്സിംഗ് കോളേജായിട്ട് മാറിയത് 2018 നഴ്സിംഗ് കോളേജ്. 27 വർഷം പഴക്കമുള്ള കോളേജാണ്. 2018 നമ്മൾ ഈ നഴ്സിംഗ് കോളേജിൻ്റെ ഭാഗമായിട്ട് ആസ് എ CEO നഴ്സിംഗ് കോളേജിൻ്റെ ഏറ്റെടുക്കുകയും നഴ്സിംഗ് കോളേജ് മാത്രമല്ല, ഞങ്ങൾക്ക് PUC ഉണ്ട്, +2 ഉണ്ട്, അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളായ ഓപ്പറേഷൻ തിയേറ്റർ അനസ്തീഷ്യ, ഡയാലിസിസ് ടെക്നോളജി, BCom, അതേപോലെ CMA, ACCA അങ്ങനത്തെ കോഴ്സുകളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ജർമ്മൻ, OET, ജാപ്പനീസ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് വേറൊരു ക്യാമ്പസിലാണ് നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഈ നെൽമംഗലം ക്യാമ്പസിൽ നടക്കുന്നത് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ്. ജിതിൻ, എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളത്, ജിതിൻ ശരിക്കും ഇതൊരു ഹോപ്പായിട്ട് ഡ്രീം കണ്ടു തുടങ്ങിയതാണോ അതോ വന്ന വഴി ഇങ്ങനെ എത്തിച്ചേർന്നതാണോ? അത് വന്ന വഴിയാണ്. വന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നില്ല. ഞാൻ ഇതിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഒരു ദൈവാനുഗ്രഹം മാത്രമല്ല, ദൈവം വെച്ച വഴി അതായിരുന്നു. അതെ, ദൈവം വെച്ച വഴി ഇത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം അത് അവിചാരിതമായിട്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് വന്നതും പിന്നീട് ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ ഭാഗമാകാൻ സാധിച്ചതെല്ലാം ഒരു ദൈവാനുഗ്രഹമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. നമ്മുടെ അഭിമാന റിട്ടയർഡായ ജിതിൻ്റെ പ്രിയ സുഹൃത്തും അയൽവാസിയും ഒക്കെയാണ് നമ്മുടെ സ്വന്തം സനീഷ് സൈമൺ, റിട്ടയർ സനീഷ് സൈമൺ. എന്ത് തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോൾ? ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. കാരണം വടക്കൻ കേരളത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ കോഴിക്കോടിൻ്റെ കുടിയേറ്റ മേഖലയിൽ നിന്നും ആ ഏരിയയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉന്നമനം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തായ ജിതിൻ കർണാടകേൻ്റെ കേന്ദ്രബിന്ദുവായ ബാംഗ്ലൂരിൽ ഒരു സംരംഭം തുടങ്ങുകയും ആ സംരംഭം വളരെ സക്സസ് ആയി ലെവലിലേക്ക് എത്തിയെന്ന് കാണുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അവിടേക്ക് ഇന്ന് നമ്മുടെ എല്ലാ ടീമുകളും ഒന്നിച്ചെത്തുകയും നമുക്ക് എല്ലാവർക്കും കൂടിയായിട്ട് ഒന്നിച്ചുകൂടാനുള്ള അവസരം തരികയും ഈ ഒരു സംരംഭം ഇത്രയധികം വിജയിപ്പിച്ച ജിതിൻ്റെ ഹാർഡ് വർക്കിനെ എത്ര അഭിനന്ദിച്ചാൽ മതിയാവില്ല. അത് എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സാർ, നമ്മുടെ സജി സാറുണ്ട്. സജി സാർ ഒരു പക്ഷേ ലോകം ഒത്തിരി കണ്ട ആളാണ്. സജി സാർ എന്ത് തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോൾ, ഈ പ്രോപ്പർട്ടി നിൽക്കുമ്പോൾ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3-4 കാര്യങ്ങൾ പോയിൻ്റായിട്ട് പറയാനുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടസിൽ വന്നതിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ കഴിഞ്ഞത്. ഏതായാലും ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് ആകസ്മികമായി കണ്ടു പരിചയപ്പെട്ടു. അതിനുശേഷം ഇങ്ങനെ ബാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ വെച്ച് നമ്മുടെ റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടസിൻ്റെ ഒരു മീറ്റിംഗ് നടത്തുമെന്ന് പറഞ്ഞ് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഏതായാലും എൻ്റെ ലീവിനോടനുബന്ധിച്ച് അതിൽ പങ്കുചേരാൻ പറ്റുന്ന ഒരു അഭിമാന നിമിഷം തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള 2-3 പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ നടത്തിക്കൊണ്ടുവന്ന ഒരു സ്ഥാപനത്തിൻ്റെ വാല്യൂ എന്താണെന്ന് അത് എല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു പരിമിതമായ അറിവും ലോകപരിയും വെച്ച് പറയുന്നത്, ഇന്ന് വരെ എന്നോട് ഏതെങ്കിലും എൻ്റെ ജോലി കണ്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ വന്ന വഴികൾ കണ്ടിട്ടോ ആരെങ്കിലും എന്നോട് ഒരു അഡ്വൈസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിദ്യാർത്ഥിക്ക് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ത് പഠിക്കുന്നത് എൻ്റെ മുമ്പിൽ ഇന്ന് വരെ ഞാൻ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആണായാലും പെണ്ണായാലും പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നഴ്സിംഗാണ്. ഇതിൻ്റെ ഒരു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ ലോകം എന്ന് വരെ നിലനിൽക്കുന്നു അന്ന് വരെ നേഴ്സ് എന്ന് പറയുന്ന സാധനം ഈ ലോകത്തുണ്ടായേ പറ്റൂ. നേഴ്സ് ഇല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ
ബഹുമാനം അർഹിക്കുന്നതും ജോലി സാധ്യതയുള്ളതും ഉന്നത ജീവിത നിലവാരം പുലർത്തുന്നതൊക്കെ സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കിട്ടുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിംഗ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിക്കുന്നതിന് മറ്റുള്ള കോഴ്സുകളെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മൾ വിദേശത്തോ മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന കോഴ്സുകളെ അപേക്ഷിച്ച് തുലവും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിന് വെളിയിലേക്കൊക്കെ വരികയാണെങ്കിൽ മാർക്ക് കുറവുള്ളവർക്കും ഇത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. സാമ്പത്തികമായിട്ട് വലിയ ബാധ്യത വരുന്ന ഒരു കാര്യമല്ല. വിദേശത്തൊക്കെ നമ്മൾ മക്കളായിട്ട് പഠിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ ലക്ഷങ്ങൾ കടന്ന് കോടികളിലേക്ക് പോയിരിക്കാം. ആ സമയത്ത് 9 ലക്ഷമോ 10 ലക്ഷമോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷനായി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജോലിയാണ്. ഇതുപോലെ ജോബ് സെക്യൂരിറ്റിയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ഇന്ന് ലോകത്തില്ല. അതുകൊണ്ട് എൻ്റെ ഹേർട്ടി കൺഗ്രാജുലേഷൻ ജിതിനോട്. എന്നും ഞാൻ ഈ കാര്യത്തിൽ നാളെ ആണെങ്കിലും എനിക്ക് റെക്കമെൻഡേഷൻ തീർച്ചയായിട്ടും ഇവിടെ വരാമെന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവരും നന്മകളും തരുന്നു. തീർച്ചയായിട്ടും ജിതിനെ ഒരു 10-15 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ ചിന്തിച്ചറിയോ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു ഇന്നോവേറ്റീവായിട്ട് ആശയം വന്നു, ഒരു സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് അദ്ദേഹത്തിനെ ഹൃദയം ഉൾക്കൊണ്ടു. ഒത്തിരി കുട്ടികളുടെ ഭാവി ഞാൻ എപ്പോഴും ഇങ്ങനെ ഫേസ്ബുക്കിൽ കാണാം, സോഷ്യൽ മീഡിയ കാണാറുണ്ട് അങ്ങയുടെ പെർഫോമൻസുകൾ, അല്ലെങ്കിൽ അങ്ങയുടെ സ്കൂൾ കോളേജിൽ പഠിച്ചു വന്ന കുട്ടികളുടെ ഓരോ ടെസ്റ്റിമണികൾ. അതോടൊപ്പം എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്, ഒന്ന് കുടുംബത്തെ കൊടുത്തുന്നത്. ഇതിന് സ്വയമല്ല, ഒരു കുടുംബപരമായി അല്ലെങ്കിൽ വൈഫിന്റെ എന്താ പറയുക, ഇപ്പോഴും വന്നപ്പോൾ ശ്രദ്ധിക്കായിരുന്നു, വൈഫിന്റെ റീനയുടെ ഒരു എക്സ്ട്രാ എഫേർട്ടിന്റെ ഒപ്പം ഉണ്ട്. അതുപോലെ പെങ്ങളുണ്ട്, അപ്പനും അച്ഛനും അമ്മയും ഉണ്ട്. അതായത് ഒരു കുടുംബത്തെ ഒപ്പം നിർത്തി ഒരു വ്യക്തി എന്നതിനേക്കാൾ ഫാമിലി സെന്റേർഡായി അല്ലെങ്കിൽ ഈശ്വരനോടുള്ള ആ ഒരു കൂട്ടായ്മയില് കുടുംബത്തോടൊപ്പം നിന്നാണ് വിജയിപ്പിക്കുന്നത്. ശരിക്കും അതൊരു പലപ്പോഴും ഇന്നത്തെ നമ്മുടെ സോക്കോളില് എന്താ പറയുക, ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ പാരമ്പര്യത്തിൽ ഞാൻ എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി മാറ്റി നിർത്തി എല്ലാവരെയും കൂടെ നിർത്തുന്ന ഒരു നല്ലൊരു മനോഭാവമാണ്. റിയലി അപ്രീഷിയബിൾ. പിറ്റിയുടിയ ഞങ്ങൾക്ക് അഭിമാനം. റോട്ടറി മിസ്റ്റർ മെമ്പർ എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്.